ആപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, സഹോദരൻ മരിച്ചുപോയി, എല്ലാരും ജുമാ കഴിഞ്ഞിട്ട് ഒന്ന് പോയി കബറിൽ പോയി ഒരു സലാം പറയും. എന്തൊരു ആശ്വാസം! ആ കബറിൽ കിടക്കുന്നവർക്ക് ഇതിനേക്കാൾ വലിയ ആനന്ദമില്ല. കാരണം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മരിച്ചുപോയ ജനാസയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച ദുആ ആണ്. اللهم آنس وحشته وآمن روعته ونفس كربته ونور محلته ورفع درجته. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഖബറിലുള്ള ഒറ്റപ്പെടൽ നീ നേരം പോക്കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ആനിസ് വഹിശതഹു. 10 മിനിറ്റ് നമ്മൾ കൊറോണ വന്ന കാലയളവിൽ 10 ദിവസം വീട്ടിനുള്ളിൽ ഇരുന്നപ്പോഴുണ്ടായിരുന്ന അസ്വസ്ഥത എത്ര പ്രയാസമാണ്. എന്നാൽ നമ്മളോടൊപ്പം വന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, ഫോണുണ്ട്, സംസാരിക്കാൻ ആളുകളുണ്ട്. എന്നാൽ ഖബറിൽ ഏകാന്തനാണ്. ആ ഖബറിലുള്ളതാകുന്ന ഒറ്റപ്പെടൽ വല്ലാത്ത ഭീകരമാണ്. അല്ലാഹുമ്മ ആനിസ് വഹിശതഹു. ഖബറിലുള്ള ഏകാന്തത അല്ലാഹുവേ മാറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ.